കൂടുതൽ രാമക വിരസതയിലോട്ട് കിടക്കുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച നടത്താനുണ്ട്. മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ മഹദിയുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ എൻ്റെ പ്രിയമുള്ളവരെ അല്പം ഭാഗം നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒരിക്കലും തന്നെ മഹദിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം നമുക്ക് ഒരിക്കലും പോരാ. മാത്രമല്ല നമുക്ക് ഒരിക്കലും തന്നെ അത് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട്, ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട് ഒരിക്കലും നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതുമല്ല. അത്രത്തോളം വിശാലമാണ് മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളും ജീവിതത്തിന്റെ വഴികളും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ രാമക വിരസതയിലോട്ട് കടക്കാതെ ഇൻഷാ അല്ലാഹ് മഹദിയുടെ ജീവിതത്തിന്റെ കഥകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയ്ക്ക്. ജീവിതത്തിന്റെ മേഖലകളിൽ എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുത്തെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പോയിരുന്ന മഹദിയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. വലിയ ആബിദത്തായിരുന്നു, ഒരുപാട് ദിക്റുകളെ കൊണ്ട് നടക്കുന്നവരായിരുന്നു, ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് തന്റെ ജീവിതവും തന്റെ ജീവിതത്തിന്റെ സമയങ്ങളും മുഴുവനും ചെലവഴിക്കുന്നവരായിരുന്നു. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന പരിശുദ്ധ ഭൂമിയിൽ ജനനം കൊണ്ട മഹദിയായ അവൾ, എന്റെ പ്രിയമുള്ളവരെ തന്റെ ജീവിതത്തിൽ 6ാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് മഹദി അവിടുന്ന് കടന്നു പോകുന്നത്. അവിടെ വെച്ച് പിന്നീട് വിവാഹം കഴിഞ്ഞു. പിന്നെ ഫലസ്തീനിൽ, പിന്നെ ഈജിപ്തിലേക്ക് മഹദിയുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും അവിടുന്ന് കടന്നു പോയിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ചില വഴികളിലും മക്കയിലുണ്ടായതും മദീനയിലുണ്ടായതും അതേപോലെ തന്നെ ഈജിപ്തിലെയും അതേപോലെ ഫലസ്തീനിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് കുറഞ്ഞ വാക്കിലൂടെ നമുക്കൊന്ന്, കുറഞ്ഞ സമയങ്ങളിലൂടെ നമുക്കൊന്ന് ചർച്ച നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, മഹദിയുടെ ജീവിതത്തിൽ മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് മഹദിയെ അവിടുന്ന് വിവാഹം കഴിച്ചു. നമ്മളെല്ലാവരും വിവാഹം കഴിച്ചവരാണ്, നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചവരാണ്. നമുക്കൊക്കെ ഒരാഗ്രഹമുണ്ടാകും, വിവാഹം കഴിച്ചാൽ നമുക്ക് എല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നത് പോലെ ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പോകണമെന്ന്. ജീവിതത്തിന്റെ വഴികളിൽ എന്റെ പ്രിയമുള്ളവരെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ പറയുന്നത് അത് ജീവിതത്തിൽ തുടക്കത്തിന്റെ ഒരു എൻജോയ്മെന്റ് ആണ്, ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പല പല സ്ഥലങ്ങളിലേക്ക് എന്റെ പ്രിയമുള്ളവരെ യാത്ര പോകാറുണ്ട്. എന്നാൽ മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ രണ്ടുപേരും അവിടുന്ന് വിവാഹം ചെയ്തതിന് ശേഷം എന്റെ പ്രിയമുള്ളവരെ അതാ അവിടുന്ന് പടച്ചറബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ശരീഫിന്റെ ചാരത്താണ് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മിസ്രിയ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നിട്ടുള്ളത്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുപേരും മഹാന്മാരോടൊന്ന് സിയാറത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവിടുന്ന് ആദ്യമായിട്ട് അവിടുന്ന് സിയാറത്ത് ചെയ്തിട്ടുള്ളത്. പടച്ചവനെ, തന്റെ കൂടെ ഒരു പരിചാരകയുണ്ട്, തന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ പിന്നീട് അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണെന്നറിയോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ മദീനയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യമായ റൗളാ ശരീഫിന്റെ ചാരത്തിരുന്നു കൊണ്ട് മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ അതാ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇസ്ഹാഖ് തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? നഫീസത്ത് ബീവി റളിയല്ലാഹു തആല
തആല അൻഹു പറയുകയാണ്, എനിക്കിനി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണണമല്ലോ. റൗള ശരീഫിന്റെ മുറ്റത്ത് നിന്ന് മുത്തുനബിയോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഹൃദയത്തോട് ഞാൻ അങ്ങേ വല്ലാതെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കാണേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്റെ കണ്ണുകൊണ്ടൊന്ന് എനിക്ക് കാണിച്ചു തരുമോ നബിയേ? അവിടത്തേക്കൊന്ന് സിയാറത്ത് ചെയ്യാൻ എന്നെ അവിടേക്കൊന്ന് എത്തിച്ചു തരുമോ എന്ന് അവിടുന്ന് മഹദി വല്ലാതെ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അതാ അവിടുത്തെ പ്രിയപ്പെട്ട പരിചാരക അവിടുന്ന് പറയുകയാണ്, ഏത് സമയത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ കടന്നു വരുന്നുണ്ടോ, വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അവിടുന്ന് ഓതുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച മഹദി അവിടുന്ന് ഖുർആൻ എടുത്തിട്ട് ഓതുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമെങ്ങാനും കടന്നു വന്നാൽ പഠിച്ചവനെ അവിടുന്ന് കരയുമായിരുന്നല്ലോ, അവിടെ നിന്ന് കരയുമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുന്ന് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ ചരിത്രം നമുക്ക് പറയാമല്ലോ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ് ഇബ്രാഹിം നബിയെ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തീനോട് പറഞ്ഞല്ലോ, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീനോട് അല്ലാഹു തആല സംസാരിക്കുകയാണ്, തീയെ എന്റെ ഇബ്രാഹിമിന് നീ തണുപ്പ് കൊടുക്കണേ എന്ന് അവിടുന്ന് സംസാരിച്ചുവല്ലോ. പഠിച്ചവനെ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടുന്ന് തണുപ്പ് കൊടുത്തല്ലോ. ഇബ്രാഹിം നബിയുടെ ത്യാഗങ്ങൾ അവിടുന്ന് ആലോചിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയാറുണ്ട്. ഇബ്രാഹിം നബിയോട് വല്ലാത്ത ബന്ധമായിരുന്നെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. അവിടുത്തെ കഥകളും അവിടുത്തെ ജീവിതത്തിന്റെ ത്യാഗങ്ങളും പഠിച്ചവനെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്നത്രേ. മഹദിയായ നഫീസത്ത് ബീവി തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നെന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ മഹദിയായ പടച്ചറബേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അതാ ഫലസ്തീനിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെല്ലുകയാണ്. പഠിച്ചവനെ, പരിശുദ്ധമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറ കാണുമ്പോ അവിടത്തോട് സിയാറത്ത് ചെയ്യുമ്പോ നഫീസത്ത് മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിങ്ങനെ നിറയുകയാണ്. ഹൃദയം അവിടുന്ന് പൊട്ടിപ്പോവുകയാണല്ലോ. കാരണം ഒരുപാട് കാത്തുവച്ചതാണ്, ഒരുപാട് കാണാൻ ആഗ്രഹിച്ചതാണ് പ്രവാചകരെ. അവിടുന്ന് പടച്ച തമ്പുരാനെ കാണിച്ചു കൊടുത്തല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നൊക്കെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് കടന്നു പോകുന്നത് എങ്ങോട്ടാ? ഊട്ടിയിലേക്കാണ്, മൈസൂരിലേക്കാണ്, കൊടൈക്കനാലിലേക്കാണ്. പഠിച്ചവരെ, കുളുമണാലി മുഴുവനും കറങ്ങി നടക്കുകയാണ്. ഓരോരോ പേരുകൾ പറഞ്ഞിട്ട് അല്ലാഹുവേ പല പല സ്ഥലങ്ങളിലേക്ക് ഹണിമൂൺ ട്രിപ്പ് എന്ന പേരും പറഞ്ഞിട്ട് കടന്നു പോയിട്ട് അല്ലാഹുവേ എന്തൊക്കെ പേക്കൂട്ടുകളാണ് പടച്ചറബേ ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത്, ഇന്നത്തെ കാലഘട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. മോനെ, നിന്റെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാണ്. ഒരു മഹാന്റെ അടുത്ത് പോയിട്ടൊന്ന് സിയാറത്ത് നടത്തിക്കൂടെ? എന്നിട്ടൊന്ന് സിയാറത്ത് നടത്തിയിട്ട് പടച്ചറബിനോടൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തുകൂടെ? അല്ലാഹുവേ, മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അതാ അവിടുന്ന് വിവാഹം കഴിഞ്ഞിട്ടോ തന്റെ ജീവിതത്തിൽ അവിടുന്ന് യാത്ര തിരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. പടച്ച തമ്പുരാനെ, അല്ലാഹുവിന്റെ മഹത്വങ്ങളെ കാണാനാ
അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തല്ലോ, പ്രയാസങ്ങളില്ലല്ലോ, പ്രതിസന്ധികളില്ലല്ലോ. പടച്ചവനെ അവിടുന്ന് കടങ്ങളില്ല. ജീവിതത്തിൽ ഒരാളും പ്രയാസപ്പെടുത്താൻ കടന്നു വന്നിട്ടില്ല. ഇന്ന് നമ്മളൊക്കെ ഒന്ന് എടുത്തു നോക്ക്, നമ്മുടെയൊക്കെ കുടുംബ ജീവിതം ഒന്ന് എടുത്തു നോക്ക്. എത്രയോ പ്രയാസങ്ങളാണ് അല്ലാഹ്, എത്രയോ വേദനകളാണ് റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ തുടക്കം നന്നായാൽ ഒടുക്കം വരെ അത് ബർക്കത്തുണ്ടാകും മോനെ. തുടക്കം നന്നായാൽ ഒടുക്കം വരെ ബർക്കത്തുണ്ടാകുന്നതാണ്. അതാ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരുപാട് സിയാറത്ത് ചെയ്തു. അവിടെ നിന്നതാ പൊട്ടിക്കരയുകയാണല്ലോ. പടച്ചവനെ അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ മഹാന്റെ ചാരത്ത് പടച്ചവനെ കുറച്ചു സമയം ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അറിയാതെ മയങ്ങിപ്പോവുകയാണ്. പടച്ച റബ്ബേ, മനാബിലേക്ക് കടന്നു വന്നതാരെന്നറിയോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നഫീസ പൊന്നുമോളെ, ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിനെ നിങ്ങൾ വെറിയരുത്. നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. ഒരുപാട് ഇബാദത്തുകൾ നിങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസം കടന്നു വന്നാലും അല്ലാഹുവിനെ മറക്കല്ല. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പൊട്ടിക്കരയുകയാണ് നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ. അതാ അല്ലാഹുവേ, വീണ്ടും അവിടുന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാളൊരു വിഷമവുമായിട്ട് കടന്നു വന്നാൽ നഫീസ, ഒരാളെയും നിങ്ങൾ വെറുതെയാക്കരുത്, ഒരാളെയും നിങ്ങൾ വെറുതെയാക്കി കളയരുതെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനെ അത് അവിടെ നിന്ന് പറയുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് നെട്ടിയുണരുകയാണ്. നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് കരയുകയാണ്, ഒരുപാട് കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെ നിന്ന് പടച്ച റബ്ബേ ഇബ്രാഹിം നബിയോട് വിട പറഞ്ഞിട്ടിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യെ പിടിക്കുമ്പോ പടച്ചവനെ അവിടെ നിന്നതാ ചോദിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നഫീസ, ഇനി നമുക്ക് എങ്ങോട്ടാണ് യാത്ര പോകേണ്ടത്? ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എനിക്കിനി ഈജിപ്തിലേക്കാണ് കടന്നു പോകേണ്ടത്. അവിടെ എന്റെ ഒരു സഹോദരിയുണ്ട്, എന്റെ ഒരു കുടുംബക്കാരിയുണ്ട്, സക്കീനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. വലിയ ആബിദത്തായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. ഒരുപാട് കറാമത്ത് കാട്ടിയ മഹദിയായിരുന്നു. ജീവിതത്തിൽ അല്ലാഹുവിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കടന്നു പോയ മഹദിയായിരുന്നു മഹദിയായ സക്കീന റളിയല്ലാഹു അൻഹാ. പടച്ചവനെ, അവിടുത്തെ ഖബറിനിക്കൊന്ന് സിയാറത്ത് ചെയ്യണമെന്ന് മിസ്രിയ റളിയല്ലാഹു അൻഹ പറയുമ്പോ രണ്ടുപേരും അതാ പടച്ചവനെ ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുന്ന താമസമതാ റസൂലുള്ള മദീനയിലേക്ക് കടന്നു ചെല്ലുന്ന താമസ സ്ഥലത്ത് റസൂലുള്ള മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ എങ്ങനെയായിരുന്നു അവിടുന്ന് മദീനയിലെ സ്വഹാബത്ത് അവിടുന്ന് റസൂലുള്ളാഹിനെ സ്വീകരിച്ചിരുന്നത്? അതുപോലെയാണ് എന്റെ പ്രിയമുള്ളവരെ മഹദിയായ നഫീസ ബീവി അവിടുന്ന് ആളുകളെ സ്വീകരിച്ചിരുന്നത്. ഒരുപാട് ആനന്ദം കൊടുക്കുകയാണ്, അവിടുന്ന് പാട്ടുകൾ പാടുകയാണ്. പടച്ച റബ്ബേ, മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ, അത്രത്തോളം മഹത്വമാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ, മഹദിയാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ. അല്ലാഹുവേ, പ്രത്യേകമായ ഒട്ടകങ്ങൾ വരികയാണ്. എന്നിട്ട് ഒട്ടകത്തിന്റെ കട്ടിലിനകത്തേക്ക് രണ്ടുപേരെയും അവിടുന്ന് ആനയിച്ച് കയറ്റിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ട് അവിടുന്ന് പാട്ട് പാടിയിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയെയും ഭർത്താവിനെയും അവിടുന്ന് കൊണ്ടുപോകുന്നത്.
അന്നത്തെ അവിടുത്തെ ഭരണാധികാരിയതാ പഠിച്ചവനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അള്ളാഹുവെ അവിടുന്ന് പഠിച്ചവനെ അവരെ സ്വീകരിച്ചിരുന്നത്. ജമാലുദ്ദീൻ അസാസ് എന്ന് പറയുന്ന മഹാന്റെ അള്ളാഹുവെ അവിടുത്തെ പ്രമുഖന്റെ വീട് അവിടുന്ന് മഹദിക്ക് താമസിക്കാൻ കൊടുക്കുകയാണ്. മഹദിക്ക് അവിടുന്ന് താമസിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അള്ളാഹുവയുടെ ദിവസങ്ങൾ ഇങ്ങനെ താമസിക്കുകയാണ്. മഹദിയുണ്ട്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട്. രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ കഴിയുമ്പോ മഹദിയെ കാണാൻ പഠിച്ചവനെ എത്രയോ ആളുകളാണ് കടന്നു വന്നിരുന്നതെന്നറിയോ? എന്റെ ഉമ്മ ഇന്ന് 7ാം ക്ലാസ് പഠിച്ചിട്ട് അല്ലാഹുവേ ചിന്നുമയായതുപോലെയല്ല, ഒരു എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു പച്ച ഷാളിട്ടിട്ട് ഇരിക്കുകയല്ല. നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പഠിച്ചവനെ അവിടുന്ന് ജീവിതത്തിൽ അല്ലാഹുവിനെ മുറുകെ പിടിച്ച മഹദിയാണ്. പഠിച്ച തമ്പുരാനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മഹദിയായിരുന്നു നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ. പഠിച്ച റബ്ബ് വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർത്തിയല്ലോ. മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ എന്റെ പ്രിയമുള്ളവരെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായിട്ട് ഒരുപാട് മഹാന്മാരെങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബിയെ സിയാറത്ത് ചെയ്തു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു. ഇനി എന്റെ പ്രിയമുള്ളവരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ പിന്നീട് അവിടുന്ന് സിയാറത്ത് ചെയ്യുന്നത് സക്കീനത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ അവിടുത്തെ ഖബറാണ്. അത് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ ഈജിപ്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് കടന്നു വന്നു. ഒരുപാട് ആളുകൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി കടന്നു വന്നവരുണ്ട്. അതേപോലെ തന്നെ മുത്തുനബി മഹദിയോട് അവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി കടന്നു വന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ മഹദിയുടെ ബർക്കത്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നവരുണ്ട്. തുടങ്ങി ഒരുപാട് നന്മകൾക്ക് വേണ്ടി കടന്നു വന്ന ആളുകൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം? മഹദിയുടെ മുൻവശത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ആളുകൾ എന്റെ പ്രിയമുള്ളവരെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലേക്ക് ആ ഒരു സമയത്ത് അവിടുന്ന് കടന്നു വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കടന്നു വന്നിരുന്നത് എന്റെ പ്രിയമുള്ളവരെ? ഏറ്റവും വലിയ പണ്ഡിത കുലപതിയായിരുന്ന മഹാനായ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം എന്റെ പ്രിയമുള്ളവരെ മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തേക്ക് അല്ലാഹുവേ മസലകൾ ചർച്ച നടത്താൻ വേണ്ടി കടന്നു വരുമായിരുന്നു. അല്ലാഹുവേ, എത്രത്തോളമാണ് മഹാന്റെ പവർ എന്നറിയോ? ഒരു മസല അവിടെ നിന്ന് ചർച്ച നടത്താൻ, അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഖുർആനിലുണ്ടെന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് 300 പ്രാവശ്യം ഖത്മ ചെയ്ത മഹാനാണ് മഹാനായ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അത്രത്തോളം പടച്ച റബ്ബേ പാണ്ഡിത്യമുള്ള മഹാനാണ്. മഹാനവറുകളടക്കം നഫീസത്ത് മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് പഠിച്ചവനെ അവിടെ സംശയ നിവാരണത്തിന് വേണ്ടി സംശയങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ഭൂഖണ്ഡം മുഴുവനും ഇൽമ കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ ഈ ലോകത്ത് വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ പഠിച്ചവനെ, അങ്ങനെ അവിടുത്തെ ജീവിതത്തിൽ അതാ മഹാനായ ഇമാം ശാഫിഈ തങ്ങളെ കുറിച്ചിട്ടാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവനും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പഠിച്ചവനെ,
അങ്ങനത്തെ വലിയ പണ്ഡിതനാണ് എന്റെ പ്രിയമുള്ളവരെ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയെ അവിടുന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് മസ്അലകൾ ചോദിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നത്. അപ്പൊ എത്രത്തോളമായിരിക്കും മഹദിയുടെ പവർ എന്ന് ആലോചിച്ചു. അല്ലാഹു തആല എത്രത്തോളം മഹദിക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിതം ആ ഒരു സമയം അങ്ങനെ കടന്നു പോവുകയാണ്. അതാ പടച്ചവനെ മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് അല്ലാഹുവേ ഇമാം ശാഫിഈ തങ്ങളടക്കമുള്ള അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പടച്ചറബ്ബേ അല്ലാഹുവേ ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹുടക്കമുള്ള ഇമാം ഹുസ്നി റളിയല്ലാഹു തആല അൻഹുടക്കമുള്ള റബീഉൽ ഹസൻ റളിയല്ലാഹു തആല അൻഹുടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ മഹദിയുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് അല്ലാഹ് അവിടെ നിന്ന് സംശയങ്ങൾ ചോദിക്കാൻ കടന്നു വന്നിരുന്നല്ലോ. അന്ന് ഏറ്റവും കൂടുതൽ പടച്ചറബ്ബേ പാണ്ഡിത്യം തുളുമ്പി നിൽക്കുന്ന മഹാനാണ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അവിടെ നിന്ന് പടച്ചറബ്ബേ സൂചിപ്പിച്ച മഹാനാണ് അല്ലാഹ് ശാഫിഈ റഹ്മത്തുള്ളാഹ്. ആ ശാഫിഈ തങ്ങളാണ് അവിടുന്ന് സംശയം ചോദിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ളത്. അന്ന് മഹാനായ ശാഫിഈ തങ്ങൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഈജിപ്തിലോ. ആ പള്ളിയിലാണ് മഹാനവറുകൾ ദർസ് നടത്തുന്നത്. അല്ലാഹുവേ, അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും മഹദിയുടെ ചാരത്തേക്ക് കടന്നു വരുമായിരുന്നു. അങ്ങനെ പടച്ചറബ്ബേ ദിവസങ്ങൾ കടന്നുപോയി. മഹദിയായ നഫീസത്ത് മിസ്രി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് ഇബാദത്തിന്റെ സമയം കിട്ടാതെയായി. ജനങ്ങളുടെ വല്ലാത്ത വരവ് കാരണമതാ പടച്ചറബ്ബേ ഇബാദത്തിന്റെ സമയം ലഭിക്കുന്നില്ല. നഫീസത്ത് മിസ്രി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത പേടിയായി, വല്ലാത്ത ഭയമായി. പടച്ചറബ്ബേ എനിക്ക് നമസ്കരിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. അല്ലാഹുവേ, ഫർളുകൾ അങ്ങനെ നിർവഹിക്കുകയാണ്, സുന്നത്തുകൾ നിർവഹിക്കുകയാണ്. തന്റെ ഹൃദയത്തിൽ ആവേശത്തോടെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് കഴിയുന്നില്ല. അവിടെ നിന്ന് വല്ലാത്ത പ്രയാസത്തിലാ. പടച്ചറബ്ബേ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ ഖലീഫക്ക് അവിടെ നിന്ന് കത്തയക്കുകയാണ്. ഞാനിതാ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ഞാനിതാ മദീനയിലേക്ക് തന്നെ കടന്നു പോവുകയാണ്. ഈ വിവരം ജനങ്ങൾ മുഴുവനും അറിഞ്ഞു. അവിടുന്ന് ജനങ്ങൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മഹദിയോട് പറയുന്നു, നിങ്ങൾ പോകല്ലേ. പടച്ചു തമ്പുരാനെ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. തന്റെ നാട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് മഹദി അവിടെ നിന്ന് ഒരുങ്ങുകയാണ്. പടച്ചറബ്ബേ, ആ നാട്ടിലെ രാജാവ് കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് പടച്ചവനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ആ നാട്ടിലെ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മഹദിയോടൊന്ന് നിൽക്കാൻ നിങ്ങൾ പറയണേ. ഈ പുണ്യമായ രാജ്യത്തിന്റെ ഈ നാടിന്റെ കാവലാണ് മഹദി അവിടുന്ന്, അതുകൊണ്ട് നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലെ ജനങ്ങൾ മുഴുവനും പടച്ചറബ്ബേ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിക്കുകയാണ്. എല്ലാവരും കരയുകയാണ്. നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പടച്ചറബ്ബേ, ആ നാട്ടിലെ ഭരണാധികാരി കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയോട്, മഹദിയെ, നിങ്ങൾ ഇവിടെ വിട്ടു പോകരുത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തന്നെ നിങ്ങളാണ്. ഈ ഈജിപ്തിന്റെ റാണിയാണ് നിങ്ങള്, ഈ ഈജിപ്തിന്റെ എല്ലാമാണ് നിങ്ങള്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വിട്ടു പോകല്ലേ. നിങ്ങൾ താൽക്കാലികമായിട്ട് ഇവിടെ നിന്നൊന്ന് മാറി താമസിച്ചാൽ പോരെ. എന്നിട്ട് മഹദിയായ ഉമ്മുഹാനിയുടെ വീട്ടിലേക്ക് അവിടുന്ന് പടച്ചറബ്ബേ താമസമാറുകയാണ്. തന്റെ വീടിനകത്ത് പടച്ചറബ്ബേ ഉള്ള
ഉള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഉമ്മുഹാനിയുടെ വീട്ടിലേക്ക് മാറുകയാണ്. അവിടെ സ്ഥിര താമസമാക്കുകയാണ്. അവിടുന്ന് മഹദി തന്റെ ജീവിതത്തിൽ തന്നെ ആളുകളെ സന്ദർശിക്കാൻ കുറച്ച് സമയം, അതേപോലെ തന്നെ ബാക്കി ഇബാദത്തിന് വേണ്ടിയിട്ട് പിന്നീട് ജനങ്ങൾക്കിടയിൽ പടച്ചറബേ രോഗസന്ദർശനത്തിനും മറ്റു കാര്യവുമായിട്ട് എല്ലാത്തിനും ഒരു നിയമം അവിടുന്ന് ഏർപ്പെടുത്തി. അതിനനുസരിച്ച് മഹദിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ കാലഘട്ടങ്ങൾ കടന്നു പോവുകയാണ്. ഉമ്മുഹാനിയുടെ വീട്ടിലേക്ക് കടന്നു വന്ന സമയത്താണ് മഹദിയുടെ കറാമത്ത് വെളിവാകുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ മഹദി കാട്ടാൻ തുടങ്ങുന്നത്. പടച്ചറബേ തന്റെ ഉമ്മുഹാനിയുടെ വീട്ടിന്റെ ചാരത്ത് ഒരു ജൂതയായ സ്ത്രീ ഇങ്ങനെ താമസിച്ചിരുന്നല്ലോ. ആ സ്ത്രീക്കൊരു പൊന്നുമോളുണ്ട്. ആ പെണ്ണിന് നടക്കാൻ കഴിയില്ല. അങ്ങനെ പടച്ചറബേ ഇരിക്കുന്ന സമയത്താണ് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പടച്ചറബേ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അതാ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തന്റെ അയൽവാസിയായ ജൂതയായ സ്ത്രീ ഒരു ദിവസം എങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പടച്ചവനെ തന്റെ കൂടെയുള്ളത് ഒന്നിനും കഴിയാത്ത, നടക്കാൻ കഴിയാത്ത പ്രയാസമുള്ള ഒരു പൊന്നുമോളാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ തന്റെ മകളോട് പറയുകയാണ്, മോളെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ? മകള് പറയുന്നു, എനിക്ക് ഭയമാണ് ഉമ്മ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ പൊന്നുമോള് പറയുന്നു, നമ്മുടെ ഉമ്മുഹാനിയുടെ വീടിന്റെ ചാരത്ത്, ഉമ്മുഹാനിയുടെ വീട്ടിലൊരു നഫീസ എന്ന് പറയുന്ന ഒരു മഹദി വന്നിട്ടുണ്ടല്ലോ. എനിക്കവരെ ഒന്ന് കാണാമല്ലോ, എനിക്കവരെ ഒന്ന് കാണണമല്ലോ. പടച്ചറബേ അതുകൊണ്ട് എനിക്കവരെ ഒന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. നിങ്ങൾ അവരുടെ അടുത്തേക്കൊന്ന് എന്നെ പറഞ്ഞു വിടുമോ? എന്നെ അവിടേക്കൊന്ന് കൊണ്ടാക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട ഉമ്മയതാ തന്റെ മകളെ എടുത്തുകൊണ്ട് മഹദിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. പടച്ചറബേ വിവരങ്ങൾ ഇങ്ങനെ പറയുമ്പോ, വിഷമങ്ങൾ പറയുമ്പോ മഹദി അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹദി അവിടുന്ന് ദുആ ചെയ്തു. പടച്ചവനെ, സമയം നമുക്ക് വളരെ കുറവാണ്, ചുരുക്കി പറയട്ടെയോ. മഹദി അവിടുന്ന് ദുആ ചെയ്തു. ആ പൊന്നുമോളുടെ പടച്ചവനെ കൈകാലുകളുടെ പ്രയാസങ്ങൾ അവിടുന്ന് തീരുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലതാ ഉമ്മ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് മഹദിയോട് സങ്കടം പറയുകയാണ്. അവിടുന്ന് സങ്കടം പറയുകയാണ്. പടച്ചവനെ അവിടുന്ന് വല്ലാത്ത വിഷമത്തോട് കൂടെ പറയുകയാണ്, വല്ലാത്ത വിഷമത്തോട് കൂടെ പറയുകയാണ്, റബ്ബേ എനിക്ക് 4 പെൺമക്കളാണ് ഉമ്മ. നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയോട് കടന്നു വന്നുകൊണ്ട് പറയുന്നു, എനിക്ക് 4 പെൺമക്കളാണ് ഉള്ളത്. പടച്ചവനെ അവർക്കുള്ള ജോലി എന്തെന്നറിയോ? ഞങ്ങളുടെ ജീവിതമാർഗം എന്തെന്നറിയോ? പടച്ചവനെ, ഞങ്ങൾ നൂലിങ്ങനെ കോർക്കാറുണ്ട്, നൂല് നെയ്തെടുക്കാറുണ്ട്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നൂല് കിട്ടാറുള്ളത്. അങ്ങനെ ഞങ്ങൾ നൂലെടുത്തിട്ട്, നൂല് നെയ്തിട്ട് ഞങ്ങൾ അതിങ്ങനെ വല്ലാതെ ഞങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിക്കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ അതെടുത്തിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കും. എന്റെ പെൺമക്കൾ എനിക്കതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരികയാണ്. എന്നിട്ടോ ഞാനതൊരു കൊട്ടയിലാക്കിക്കൊണ്ട് ചുമന്നുകൊണ്ട് ഞാനിങ്ങനെ നടന്നു പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പടച്ചവനെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എന്റെ മക്കൾ എനിക്ക് നെയ്തു തന്ന നൂലെടുത്തിട്ട് ഞാൻ കമ്പോളത്തിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ കൊട്ടയിൽ നിന്ന് വലിയൊരു പക്ഷി വന്നിട്ട് എന്റെ നൂലുകെട്ടുകളെല്ലാം റാഞ്ചി പോവുകയാണ്. അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ? എനിക്കതൊന്ന് തിരിച്ചു കിട്ടാനൊന്ന് ദുആ ചെയ്യുമോ? ഞാനും എന്റെ കുടുംബം അതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോ ഉമ്മ മകളുടെ പകുതി പറയുന്നു, നിങ്ങൾ തിരിച്ചു പോവുക, ദുആ ചെയ്യാ, നിങ്ങളെ കാര്യങ്ങളെല്ലാം അല്ലാഹു സലാമത്താക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അല്ലാഹ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരോ കടന്നു വന്നിട്ട് വാതിലിൽ മുട്ടുന്നത്. മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പരിചാരക അവിടുന്ന് വന്നിട്ട് കതക് തുറക്കുകയാണ്.
എന്നിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ ആരെന്ന് ചോദിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന ഒരു കച്ചവട സംഘമാണ്, ഞങ്ങൾ കപ്പൽ വഴിയാണ് വന്നിട്ടുള്ളത്, നടുക്കടലിലേക്ക് കടന്നു വന്ന ഞങ്ങളെ കപ്പലുണ്ടല്ലോ. ഹഫീസത്ത് ബീവിയോട് പറയുകയാണ്, പടച്ച റബ്ബേ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നടുക്കടലിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ കപ്പല്. അല്ലാഹ്, നടുവിലൊരു ഓട്ടയുണ്ടാവുകയാണ്, നടുവിലൊരു ഓട്ടയുണ്ടാവുകയാണ്. ആ ഓട്ട പടച്ച റബ്ബേ, ആ ഓട്ട ഇവിടുന്ന് ഉണ്ടാവുകയാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അത് നിൽക്കുന്നില്ല. അല്ലാഹ്, പടച്ചവനെ, അത് നിൽക്കാതിരുന്നപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ശ്രമിച്ചു നോക്കി, ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഞങ്ങൾ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആലയുടെ പേരില് അവിടെ നിന്ന് ഫാത്തിഹ ഓതുകയാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, അല്ലാഹുവേ, ഉടനെ തന്നെ അതാ ഞങ്ങളുടെ കപ്പൽ ഇങ്ങനെ ആടി ഉലയുകയാണ്. മുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ അതാ ദൂരെ നിന്നൊരു പക്ഷി ഇങ്ങനെ കടന്നു വരികയാണ്. അതിന്റെ ചുണ്ടത്തുണ്ടായിരുന്ന ഒരു നൂലിന്റെ കെട്ട്, ഈ നൂലിന്റെ കെട്ട് കൊടുത്തിട്ട് ആ ദ്വാരത്തിലേക്ക് അത് തിരികൊണ്ടത് പറന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സംഭവം എന്ന് പറയുകയാണ്. എന്നിട്ടതാ ഈ പ്രിയപ്പെട്ട കച്ചവടക്കാരുണ്ടല്ലോ, അവിടെ കയ്യിനകത്തുണ്ടായിരുന്ന ഒരു 500 ദീർഘം എടുത്തിട്ട് മഹദിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവിടുന്ന് നഫീസത്ത് ബീവി റളിയല്ലാഹു തആല പൊട്ടിക്കരയുക. പടച്ചവനെ, എന്തൊരു അത്ഭുതമാണ് അല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നേരത്തെ പരാതിയുമായി കടന്നു വന്ന ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല പറയുന്നു, ഉമ്മ, ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, ഒരു ദിവസം നിങ്ങൾ നൂലുണ്ടാക്കി വിറ്റുകഴിഞ്ഞാൽ, പടച്ചവനെ, എത്രയാണ് നിങ്ങൾക്ക് ലഭിക്കാറുള്ളത്? ആ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് പറയുകയാണ്, എനിക്ക് 9 ദിർഹമാണ് ലഭിക്കാറുള്ളത്. അതാ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അവിടുന്ന് 500 ദിർഹം എടുത്തു കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാ, ഇത് നിങ്ങൾക്ക് അല്ലാഹു തആല തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ, നഫീസത്ത് ബീവി റളിയല്ലാഹു തആലയുടെ കറാമത്താണ്, അവിടുന്ന് ഉണ്ടായ അത്ഭുതമാണ്. അല്ലാഹുവേ, അത്ഭുതങ്ങളെ, കറാമത്തുകളെ നിഷേധിക്കുന്ന ആളുകളെ കാണുമല്ലോ, തവസ്സുൽ ചെയ്തിട്ട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നഫീസത്ത് ബീവിയുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹ് അവിടേക്ക് അവർക്ക് അത്ഭുതം കണ്ടതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഉമ്മ മഹാന്മാരെ തവസ്സുൽ ചെയ്തിട്ട് അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ പ്രതിഫലമില്ല, അത് ശിർക്കാണെന്ന് പറയുമ്പോഴൊന്ന് മനസ്സിലാക്കിക്കോ. എത്രയോ ആളുകളാണ് പടച്ച റബ്ബേ അങ്ങനെ കടന്നു വരുന്നത്. മഹദി അവിടുത്തെ സംഭവം ആലോചിച്ചുകൊണ്ട് ഒരുപാട് പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പവറുള്ളവരാകട്ടെ, എത്ര വലിയ അധികാരമുള്ളവരാകട്ടെ, പടച്ചവനെ തനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നത് ഒരു അടിമയുടെ കടമയാണല്ലോ, ഒരു അടിമയുടെ കടമയാണല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രി മുഴുവനും നിന്നിട്ട് നിസ്കരിക്കുകയാണ്. പടച്ചവനെ, അവിടുന്ന് മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നബിയേ, നബിയേ, എന്തിനാണ് നബിയേ നിങ്ങൾ നിന്നിട്ട് നിസ്കരിക്കുന്നത്? നിങ്ങളുടെ കാലിൽ നീരുണ്ടല്ലോ, അവിടുന്ന് വീർത്തിട്ട് പൊട്ടാനായിട്ടുണ്ടല്ലോ, പിന്നെയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ,
ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന പോലെ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ രാത്രി മുഴുവനും നിസ്കാരമാണല്ലോ, പകല് മുഴുവനും നോമ്പെടുത്തുകൊണ്ട് ജീവിതത്തെ പടച്ചവനെ അവിടുന്ന് ധന്യമാക്കിയിരിക്കുകയാ. മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ ജീവിതത്തിൽ 30ഓളം ഹജ്ജന്റെ പ്രിയമുള്ളവരെ ചെയ്തിട്ടുണ്ടല്ലോ. ഏകദേശം 20ന്റെ മുകളിലുള്ള ഹജ്ജ് അവിടുന്ന് കാൽനട യാത്രയായിട്ടാണ് മഹദി ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം. അവിടുന്ന് തന്റെ കൂടെയുള്ള പരിചാരക അവിടുന്ന് പറയുന്നതായിട്ട് കാണാം. അവിടുന്ന് ജീവിക്കാനായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. മഹദി അവിടുന്ന് പറയുകയാണ്, 3 ദിവസം കൂടുമ്പോ ഒരു പിടി ഭക്ഷണമാണ് മഹദി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാഹുവേ, ജീവിതത്തിൽ അല്ലാഹു തആല കടന്നു വന്നപ്പോ ഹൃദയത്തിൽ ഈമാനിന്റെ നീരുറവ അവിടുന്ന് പൊട്ടിയപ്പോ പിന്നെ ഭക്ഷണം വേണ്ട, ജീവിതത്തിൽ പിന്നെ അല്ല മതിയല്ലോ, അവന്റെ ഹബീബ് മതിയല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരാളെയും കൂടെ നിൽക്കുന്ന ഒരാളെയും മഹദിയുടെ നാക്ക് കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ വേദനിപ്പിക്കാറില്ല. ഒരിക്കലും ഒരു വേദനിപ്പിക്കുന്ന വാക്കോ ഒരു പ്രവർത്തനമോ മഹദിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ഒരു ദിവസം നമ്മുടെ വീട്ടിനകത്ത് കഴിക്കുന്ന ഭക്ഷണവും എടുക്കുന്ന ഭക്ഷണം എത്രയാണ്? ഒന്നാലോചിച്ച കണ്ണിൽ. എന്നാൽ അല്ലാഹുവേ, മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഒരു പിടിയെടുത്തിട്ട് കഴിക്കും. ഇതായിരുന്നു. എത്രത്തോളം സൂക്ഷ്മതയായിരുന്നു ജീവിതത്തിൽ എന്നറിയോ? അല്ലാഹു തആല നമ്മളെ അതുപോലെ സൂക്ഷ്മജ്ഞാനികളായി ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും നന്നാക്കട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഖൈർ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ള ഒരു ജീവിതം അങ്ങനെയാ. നമ്മളൊക്കെ എന്താ ചെയ്യാ? 4 ആളുകൾ വന്നിട്ട് നമ്മളൊന്ന് ദുആ ചെയ്തപ്പോ അല്ലെങ്കിൽ നൂറൂതി കൊടുത്തപ്പോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ നാട്ടിലെ ഏറ്റവും വലിയ ശൈഖ് പിന്നെ നമ്മളെ 4 പുതപ്പിട്ട് 4 സലാത്തുമാല കയ്യെ പിടിച്ച് ഇവിടെ നിന്ന് ഇവിടം വരെ മോതിരം ധരിച്ച് അലാഖിന്റെ തലപ്പാവ് ധരിച്ച് നമ്മളിങ്ങനെ നടക്കും. പച്ചക്കുപ്പായവും പച്ച ദുബയും പച്ച ഷാളൊക്കെ അല്ലേ? മഹദിയുടെ മുമ്പിലേക്ക് കടന്നു വന്ന ആയിരങ്ങൾക്ക് പരിഹാരമായിരുന്നു നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്നിട്ട് എനിക്ക് ഇബാദത്തിന്റെ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ആ ഒരു കാര്യം അവിടുന്ന് മാറ്റിവെച്ചു നിന്നു. പക്ഷേ ജനങ്ങൾ വിട്ടില്ല. ജനങ്ങൾ അവിടുന്ന് മഹദിയോട് പറഞ്ഞു, മഹദിയെ, നിങ്ങൾ പോകരുതേ, ഭരണാധികാരികളെ സമീപിച്ചു പോകരുതേ. എന്റെ പ്രിയമുള്ളവർ, അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരാണ്, ദുനിയാവിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരാണ് മഹദിയ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ. ജീവിതത്തിന് വല്ലാത്ത പവറായിരുന്നു, വല്ലാത്ത ഈമാനായിരുന്നു. അല്ലാഹു തആല നമ്മെ അവരുടെ കൂടെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അവിടുത്തെ പരിചാരകി അവിടുന്ന് പറയുന്നത് കാണാം. മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ അവിടുന്ന് നമസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ നമസ്കരിക്കുന്ന സ്ഥലത്തിൽ ഒരു പാത്രം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പടച്ചവനെ അവിടുന്ന് നമസ്കാരത്തിലായിരിക്കും ഏത് സമയത്തും. എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിനകത്ത് എന്റെ സിട്ടാവ്, എന്റെ പടച്ച തമ്പുരാൻ എന്നുള്ള ഏറ്റവും വലിയ ചിന്തകളാ, അല്ലാത്തൊരു ചിന്തയും മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹക്കില്ല. അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിൽ നിന്ന് പടച്ചവനെ മഗ്‌രിബിന്റെ വാങ്ക് വിളിച്ചാൽ
അവിടെ നിന്ന് എന്തോ എടുത്തിട്ട് കഴിക്കുന്നത് എപ്പോഴും കാണാറുണ്ട്. തന്റെ പ്രിയപ്പെട്ട വേലക്കാരി അതിലേക്കൊന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പടച്ച തമ്പുരാനെ, അന്ന് ഈജിപ്തിൽ എവിടെയും കിട്ടാത്ത ഒരുപാട് ഫലങ്ങൾ, ഒരുപാട് പഴങ്ങൾ അതിനകത്തുണ്ടായിരുന്നെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം കാണാമല്ലോ. മഹാനായ പടച്ച മഹതിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്ന സമയത്ത്, പടച്ച റബ്ബേ, എല്ലാവരിൽ നിന്നും മാറി നിന്നിട്ട് താമസിക്കുന്ന സമയത്ത് ആരും കൊണ്ടുകൊടുക്കാൻ ഭക്ഷണമില്ല. പടച്ച റബ്ബേ, ഒരിക്കലതാ പടച്ച റബ്ബേ അവിടുന്ന് പ്രവാചകർ കടന്നു വരുന്ന സമയത്ത് അതാ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം എന്തെന്നറിയോ? അന്ന് ആ പുണ്യമായ കേകത്തൊരിക്കലും തന്നെ ലഭിക്കാത്ത സുഭിക്ഷമായ ഭക്ഷണങ്ങളായിരുന്നല്ലോ. എന്നതുപോലെ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ തളികക്കകത്തിരിക്കുന്നത് ഒരുപാട് പടച്ചവനെ അന്ന് ഈജിപ്തിന്റെ മണ്ണിൽ ലഭിക്കാത്ത ഭക്ഷണമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, മഹാനായ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ രോഗിയായി കിടക്കുകയാണ്. വല്ലാത്ത രോഗം പിടിച്ചു. ആ സമയത്ത് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്, നഫീസത്ത് ബീവിയോടൊന്ന് ദുആ ചെയ്യാൻ പറയണേ, നഫീസത്ത് ബീവിയോടൊന്ന് ദുആ ചെയ്യാൻ പറയണേ. അങ്ങനെ തന്റെ ശിഷ്യന്മാരെല്ലാവരും കടന്നു വരും. എന്നിട്ട് അവിടെ നിന്ന് പറയും, ശാഫിഈ തങ്ങൾക്ക് എന്റെ ഉസ്താദിന് തീരെ സുഖമില്ലല്ലോ, നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് കടന്നു വന്നതാണെന്ന് പറയുമ്പോ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഉടനെ തന്നെ അവിടുന്ന് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുകയാണ്. തന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ രോഗം അവിടുന്ന് ശിഫയായിട്ടുണ്ടാകും. അങ്ങനെ എപ്പോഴും പടച്ചവനെ രോഗം വന്നാൽ അതാ അവിടുന്ന് മഹദിയായ നഫീസ ബീവിയുടെ അടുത്തേക്ക് വരും. അവിടെ നിന്ന് ശിഷ്യൻ തന്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉസ്താദിന്റെ രോഗം അവിടുന്ന് ശിഫയായിട്ടുണ്ടാകും. ഒരു ദിവസം മഹാനായ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വല്ലാതെ രോഗം പിടിക്കുകയാണ്. തന്റെ ശിഷ്യനോട് പറഞ്ഞു, നഫീസ ബീവിയുടെ അടുത്തേക്കൊന്ന് ചെല്ലണേ, നഫീസ ബീവിയുടെ അടുത്തേക്കൊന്ന് ചെല്ലണേ, ഒന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ എന്ന് പറയുമ്പോ പടച്ചവനെ തന്റെ ശിഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പടച്ചവനെ പറയുന്നു, എന്റെ ഉസ്താദിന്റെ തീരെ സുഖമില്ല, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ഇതങ്ങ് പറയേണ്ട താമസമതാ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ശാഫിഈ തങ്ങളോട് അല്ലാഹുവിന്റെ വജ് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ നിങ്ങൾ പറയണേ എന്നവിടെ നിന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ നഫീസ ബീവിയുടെ അടുത്ത് തന്റെ ശിഷ്യൻ ഇങ്ങനെ കടന്നു വന്നു. അല്ലാഹുവേ, ശാഫിഈ തങ്ങളുടെ ശിഷ്യൻ കടന്നു വന്നു. എന്നിട്ട് പടച്ചവനെ അവിടെ തന്റെ ഉസ്താദിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതാ മഹദിയായ മഹാനായ ശാഫിഈ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്താണ് നഫീസ ബീവി പറഞ്ഞതെന്ന് പറയുമോ? ഇതങ്ങ് ചോദിക്കേണ്ട താമസമതാ തന്റെ ശിഷ്യൻ അവിടെ നിന്ന് പറയുന്ന ഉസ്താദ് മഹദി അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വജ് കണ്ട് നിങ്ങൾ സന്തോഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പറയേണ്ട താമസം അവിടുന്ന് ശാഫിഈ തങ്ങൾ പറയുകയാണ്, എന്റെ മരണം ഇതാ അടുത്തിരിക്കുകയാണ്, ഇതെനിക്ക് ശിഫയാകാത്ത രോഗമാണ്, അതുകൊണ്ടാണ് മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പറഞ്ഞതെന്ന് എന്റെ പ്രിയമുള്ളവരെ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പറയുകയാണ്. ചരിത്രത്തിൽ കാണാം, പിന്നീട് ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ രോഗം അവിടെ നിന്ന് ശിഫയായിട്ടില്ല. അങ്ങനെ മഹാനവറുകൾ രോഗത്തോട് വിട പറഞ്ഞെന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതൊന്നും പരീക്ഷണമല്ല. അവർക്ക് വരുന്ന രോഗങ്ങളൊന്നും പരീക്ഷണങ്ങളല്ല. പരീക്ഷണങ്ങളൊക്കെ പാപികളായ നമുക്കുള്ളതാണ്. പരീക്ഷണങ്ങളൊക്കെ പാപികളായ നമുക്ക് അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ ഉയർത്താൻ വേണ്ടി അല്ലാഹു തആല പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിതങ്ങൾ കടന്ന് ഒരുപാട് കറാമത്തുകൾ കാട്ടിക്കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഈജിപ്തിന്റെ മണ്ണിൽ അവിടെ നിന്ന് ജീവിക്കാൻ
അല്ലാഹുവേ പടച്ചവനെ അങ്ങനെ ഹിജ്റ വർഷം 208 കടന്നു വന്നു. 63 വയസ്സായ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് രോഗം പിടിക്കുകയാണ്. പടച്ച റബ്ബേ, പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നപ്പോ മഹദിയായ നഫീസ ബീവിക്ക് അവിടുന്ന് വല്ലാത്ത രോഗം പിടിപെടുകയാണ്. പരിശുദ്ധമായ ശഅബാൻ കടന്നു വന്നപ്പോ ആ രോഗം ഇങ്ങനെ മൂർച്ച കൂടുകയാണ്. മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ റമളാൻ മാസമായപ്പോ അവിടെ നിന്ന് ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഇങ്ങനെയായിരുന്നു നഫീസ ബീവിയുടെ രോഗവും അവിടുത്തെ വഫാത്തും എന്ന് പറയുന്നത്. അല്ലാഹുവേ, ജനങ്ങളെല്ലാവരും നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് വല്ലാത്ത രോഗമായപ്പോൾ ഒരുപാട് ആളുകൾ കടന്നു വന്നു. നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിക്കാൻ കടന്നു വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും വല്ലാത്ത സങ്കടമാവുകയാണ്. കാരണം പടച്ചവനെ, ഒരുപാട് വലിയ മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ. ഈജിപ്തിന്റെ മണ്ണിലെ ജനങ്ങൾക്ക് വല്ലാത്ത ശമനമായിരുന്നു നഫീസ ബീവി. ഈജിപ്തിലെ മണ്ണിലെ ജനങ്ങൾക്ക് വല്ലാത്ത ആശാ കേന്ദ്രമായിരുന്നു നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ, ആ സമയത്തും രോഗിയായി കിടക്കുമ്പോൾ പോലും മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് നോമ്പായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ഡോക്ടർമാര് കടന്നു വന്നിട്ടുണ്ട്. നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നോമ്പ് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്ന കാര്യം എന്തെന്നറിയോ? ഈ ദുനിയാവിന്റെ തുരുക്കുകളിൽ ഞാൻ എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹ് നീ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാഹ്, നീ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാഹ്. എന്നിട്ട് നോമ്പ് മുറിച്ചിട്ട് ഞാൻ നടക്കാനോ എന്നവിടെ നിന്നതാ പടച്ചവനെ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഒരുപാട് മഹാന്മാരായ പ്രഗൽഭരായ ഡോക്ടർമാർ വന്നിട്ട് മഹദിയോടൊന്ന് ചികിത്സിക്കാൻ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് നോമ്പ് മുറിക്കുമോ? കുറച്ച് പഴത്തിന്റെ ചാറ് കുടിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പോലും പടച്ചവനെ, മഹദി അവിടെ നിന്ന് പറയുകയാണ്, ഒരിക്കലും ഞാൻ നോമ്പ് മുറിക്കില്ല, ഞാൻ ഒരിക്കലും തന്നെ നോമ്പ് മുറിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ ഈജിപ്തിന്റെ മണ്ണിൽ അങ്ങനെ പടച്ച റബ്ബേ ലോകത്തോട് വിട പറയുകയാ. രോഗശൈലിയിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോ മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു അതാ മദീനയിലാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും പൊട്ടിക്കരയുകയാണ്. അല്ലാഹ്, ജനങ്ങൾ മുഴുവനും കരയുകയാണല്ലോ. ഒരു ലോകത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്നു മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ. എല്ലാവർക്കും രോഗത്തിന്റെ ശമനമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. പടച്ച റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടായിട്ടുണ്ട്. എത്രയോ അത്ഭുതങ്ങളാണ് പടച്ച റബ്ബേ അവിടുന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ഇബാദത്ത് കൊണ്ട് തഖ്വയോടുകൂടി എല്ലാവരോടും ഭവ്യതയോടുകൂടി പെരുമാറിക്കൊണ്ട് കടന്നുപോയ മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ. മഹദി അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോ കരയുകയാണ് എല്ലാവരും. പടച്ചവനെ, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങള് അതാ മദീനയിലേക്ക് ഇസ്ഹാഖ് തങ്ങൾക്ക് അവിടുന്ന് കത്തെഴുതി. പടച്ചവനെ, ദിവസങ്ങൾ കടന്നു വന്നു. മഹാനായ ഇസ്ഹാഖ് തങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുക. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ജീവിതത്തിലെ ഖബർ കുത്തിവെച്ചുകൊണ്ടിരുന്നിരുന്ന മഹദിയാണ്. ഉമ്മ, ഖബർ കാണാ നിനക്ക് പേടിയല്ലേ? വാപ്പാ, ഖബർ കണ്ടാ നീ കരയുമല്ലോ. എന്നാ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിന്റെ ഉള്ളറയിൽ ഖബർ കുത്തിവെക്കുകയാണ്. ആ ഖബർ കുത്തിവെച്ചിട്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരിക്കുകയാണ്.
എന്നിട്ട് അവിടുന്ന് പടച്ചവനെ 6000 ഖത്മുകൾ തീർത്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ഖത്മുകൾ അവിടുന്ന് തീർത്തിട്ടുണ്ട്. അവിടുന്ന് ഖബറിന്റെ ഉള്ളറയിൽ ഇറങ്ങിയിരുന്നിട്ട് പടച്ചവനെ ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്. അല്ലാഹ് സൂറത്തുൽ അൻആം എടുത്തിട്ട് ഓതുകയാണ്. എന്നിട്ട് അവിടുന്ന് ദാറുസ്സലാം എന്നുള്ള പരിശുദ്ധമായ ഭാഗമെത്തുമ്പോ പടച്ചവനെ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ട് മഹതിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ എന്റെ പ്രിയമുള്ളവരെ ലോകത്തോട് വിട പറഞ്ഞെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഖബർ കുഴിച്ചു വെച്ചിട്ട് ഖബറിനെ കാത്തിരുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ നരകത്തെ പേടിയില്ല, അല്ലാഹുവിന്റെ പടച്ച റബ്ബേ ഖബറിനെ പേടിയില്ല. അല്ലാഹുവേ പച്ചക്കിളികളെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് കടന്നു പോയല്ലോ. ദുനിയാവിൽ ഏറ്റവും ആഗ്രഹമേ ഉള്ളൂ അത് റസൂലുള്ളാഹിനെ കാണലായിരുന്നു. റസൂലുള്ളാഹിനെ കാണലായിരുന്നു. ഇബ്രാഹിം നബിയെ കാണലായിരുന്നു. പടച്ചവനെ തന്റെ കൂട്ടുകാരിയെ കാണലായിരുന്നു. പടച്ച റബ്ബേ പിന്നെ ഇബാദത്തുകളാണ്, ഇബാദത്തുകളാണ്. അങ്ങനെ ഇനി ഈമാനോട് കൂടെ ലോകത്തോട് കൂടെ പറയലാണ്. അല്ലാഹ് അനുഗ്രഹിച്ച എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് അനുഗ്രഹിച്ച എന്റെ പ്രിയമുള്ളവരെ, ഏത് സമയത്തും പടച്ച റബ്ബേ അല്ലാഹുവിനെ തന്റെ ഖൽബ് കൊണ്ട് കണ്ടുകൊണ്ട് ജീവിച്ചവരാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവതാ കടന്നു വരികയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. മഹാനായ തങ്ങള് വന്നിട്ട് വേണല്ലോ ഖബറടക്കാൻ. പടച്ച റബ്ബേ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഒരാൾക്കും തന്നെ മഹദിയുടെ കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും അവിടുന്ന് കരയുകയാണ്. മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുന്നത് ഒരു പെട്ടിയുമായി കൊണ്ടൊരു മയ്യത്ത് കട്ടിലിനെ പോലെയുള്ള ഒരു പെട്ടിയുമായിട്ട് കടന്നു വരികയാ. അല്ലാഹ് തന്റെ മഹദിയായ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ പടച്ചവനെ താങ്ങാൻ കഴിയുന്നില്ലല്ലോ. ഭാര്യ മരിച്ചെന്ന് കേൾക്കുമ്പോ ദുബായിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും കടന്നു വരുന്ന ഭർത്താവ് ഉമ്മ ആ ഭാര്യയുടെ കവിൾത്തടത്തില് ചുംബനം കൊടുത്തിട്ട് പൊട്ടിക്കരയുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പടച്ചവനെ ഇന്നത്തെ സ്നേഹമല്ല ഉമ്മ, അന്നത്തെ സ്നേഹം എന്ന് പറയുന്നത് മദീനയിലുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുമ്പോ പടച്ചവനെ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ അവിടുന്ന് പറയുകയാണ്, എന്റെ നഫീസ ഉണ്ടല്ലോ എന്റെ അടുത്തേക്ക് വന്നത് മുതൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹങ്ങൾ പറയാത്തൊരു രാത്രി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. റസൂലിനോടുള്ള ബന്ധങ്ങൾ പറയാത്ത ഒരു രാത്രി പോലും എന്റെ പൊന്നു ഭാര്യയ്ക്ക് ഉണ്ടായിട്ടില്ല. റസൂലിനെ കാണാൻ ആഗ്രഹിച്ചവരാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പെട്ടി കൊണ്ടുവന്നിരിക്കുന്നത്, ഈ പെട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അവിടുന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പെട്ടി? മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ മദീനയിലാണ് എന്റെ ഭാര്യയുടെ അന്ത്യവിശ്രമമിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാ. ഇതങ്ങ് പറയേണ്ട താമസമതാ. ജനങ്ങൾ അവിടുന്ന് പടച്ചവനെ അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. വീണ്ടും അവിടുന്ന് കരയുകയാണല്ലോ. എന്നിട്ടതാ അവിടുന്ന് പറയുന്നു, തങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ നേതാവിനെ കൊണ്ടുപോകല്ലേ, നഫീസ ബീവിയെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, ഞങ്ങൾക്ക് തരണേ, ഈ ഈജിപ്തിന്റെ മണ്ണിൽ ഞങ്ങൾക്ക് തരണേ. ഈ മിസ്രിലെ രാജകുമാരിയാണ് ഞങ്ങളുടെ നഫീസ, ഈ മിസ്രിന്റെ കനകക്കട്ടിയാണ് നഫീസ, ഈ മിസ്രിന്റെ ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു നഫീസ. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ മിസ്രിലെ ജനങ്ങളെല്ലാവരും അവിടുന്ന് കരയുകയാണ്. അല്ലാഹുവേ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് പറയുകയാണ്, ഒരിക്കലുമില്ല, ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയായി, നാളെ പാതിരാ സമയത്ത് പടച്ചവനെ അവിടുന്ന് പറയുകയാണ്, നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അതാ മിസ്രിലെ ഭരണ
ഭരണാധികാരിയുടെ അടുത്തേക്ക് ജനങ്ങൾ കടന്നു ചെന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ തങ്ങളോടത് കൊണ്ടുപോകരുതേ എന്ന് പറയണേ. നഫീസ ബീവി എവിടുന്ന് കൊണ്ടുപോകരുതേ എന്ന് പറയണേ. പടച്ചവനെ, ആ നാട്ടിലെ ഭരണാധികാരി കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, നഫീസാനെ കൊണ്ടുപോകല്ലേ, ഞങ്ങളുടെ ഈ നാടിന്റെ ഏറ്റവും വലിയ തടയാണ് നഫീസ ബീവി, അതുകൊണ്ട് കൊണ്ടുപോകല്ലേ എന്നവിടെ നിന്ന് പറയുമ്പോ മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അങ്ങനെ പറയല്ലേ, എന്റെ ഭാര്യക്ക് റസൂലുള്ളാഹിന്റെ സ്നേഹമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ തടയരുതെന്ന് പറയുമ്പോ അവിടുത്തെ ഭരണാധികാരി പറയുന്നു, എന്നാൽ ഈ പെട്ടിയുടെ പണം ഞാനൊന്ന് തന്നോട്ടെ, ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ചെലവ് ഞാനൊന്ന് തന്നോട്ടെ. ഭർത്താവ് പറയുന്നു, വേണ്ട, നഫീസ എന്റെതാ, അതുകൊണ്ട് എന്റെ നഫീസാനെ ഈ സമയത്ത് ഒരു പണം പോലും ഞാൻ ഒരാളതും ആഗ്രഹിക്കുന്നില്ലെന്ന് മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും അവിടുന്ന് കരയുകയാണ്, എല്ലാവരും അവിടുന്ന് കരയുകയാണ്. പടച്ചവനെ, ആ സമയത്താണ് പാതിരാ സമയമായി. എല്ലാവരും പടച്ചറപ്പെ, ആർക്കും ഉറക്കം വരുന്നില്ല. കാരണം അവിടെ നേതാവാണ് ലോകത്തോട് വിട പറഞ്ഞത്, അവിടെ ഒരു തണിയാണ് ലോകത്തോട് വിട പറഞ്ഞത്. പടച്ചവനെ, നമുക്ക് ഉറക്കം വരുമോ? നമ്മുടെ വാപ്പയും ഉമ്മയും മരിച്ചാൽ, നമ്മുടെ ഉസ്താദന്മാര് മരണപ്പെട്ടാൽ നമുക്ക് താങ്ങാൻ കഴിയോ? പടച്ചറപ്പെ, മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞപ്പോ പടച്ചവനെ, എത്രയോ ആളുകളാണ് ഉറക്കമൊഴിച്ചിട്ടുള്ളത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞപ്പോ, മഹാനായ ബാഫഖി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ, പടച്ചവനെ, എത്ര പേരാണല്ലോ കണ്ണീരൊഴുക്കിയിട്ടുള്ളത്, ഉറക്കമൊഴിച്ചിട്ടുള്ളത്. പാണക്കാട് തങ്ങൾ പാപ്പ ലോകത്തോട് വിട പറഞ്ഞപ്പോ, മുഹമ്മദ് അലി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ, ഹൈദർ അലി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ, പടച്ചവനെ, നമ്മളൊക്കെ കരഞ്ഞവരല്ലടാ, നമ്മളൊക്കെ കരഞ്ഞവരല്ലേ. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു. പടച്ചവനെ, എത്രയോ ആളുകളാണ് ഉറക്കമൊഴിച്ചിട്ട് കാത്തിരുന്നത്. അല്ലാഹുവേ, അതാണ് അവരുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. എന്നാൽ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറയുമ്പോ ആർക്കും പടച്ചവനെ ഉറക്കം വരുന്നില്ല, ആർക്കും അവിടെ നിന്ന് ഉറക്കം വരുന്നില്ല. അല്ലാഹുവേ, മഹാനായ തങ്ങൾക്ക് അവിടെ നിന്ന് ഇസ്ഹാഖ് തങ്ങൾക്ക് ചെറിയൊരു മയക്കം വന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങിക്കിടക്കാൻ അല്ലാഹുവേ മനാമിലേക്ക് കടന്നു വന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് അവിടെ നിന്ന് ഇസ്ഹാഖ് തങ്ങളോട് പറയുന്നു, തങ്ങളെ, മഹദിയായ നഫീസാനെ നിങ്ങൾ ഈജിപ്തിന് മിസ്രിന് വിട്ടുകൊടുക്കണേ, മദീനയിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട, എവിടെ കടന്നാലും മിസ്രി നഫീസ ബീവി എന്റെ ഹൃദയത്തിലുണ്ട്, നഫീസ എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി മനാമിൽ കടന്നു വരികയാണ്. പടച്ചവനെ, മഹാനായ തങ്ങൾ അവിടെ നിന്ന് നെട്ടി ഉണരുകയാണ്. എന്നിട്ട് ജനങ്ങളെ എല്ലാവരും വിളിച്ചുകൂട്ടി എന്നിട്ട് പറയുന്നു, നഫീസാനെ, ഈ മിസ്രിന്റെ മണ്ണിലോ, ഈ മിസ്രിന്റെ മണ്ണിൽ ഇവിടെ മറവ് ചെയ്യാനാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളതെന്ന് പടച്ചവനെ അവിടെ നിന്ന് മിസ്രിലെ ജനങ്ങളോട് പറയുമ്പോ അല്ലാഹുവേ, അവര് സന്തോഷം കൊള്ളുകയാണ്, അവർ വല്ലാതെ ആനന്ദിക്കുകയാണ്, അവര് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അതാ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹുവേ അല്ലാഹുവേ മിസ്രിന്റെ മണ്ണിൽ മറവ് ചെയ്യുകയാണ്. ഇന്ന് മിസ്രിന്റെ രാജാവ് പടച്ചറബ്ബേ, ഇന്ന് മിസ്രിന്റെ ഹൃദയഭാഗത്ത് നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഒരു മണവാട്ടിയെ പോലെ കിടന്നിറങ്ങുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ മൗലിദ് ഓതിക്കോ, ഒരുപാട് മാലകൾ ചൊല്ലിക്കോ, നഫീസത്ത് മാല ചൊല്ലിക്കോ, അവിടത്തേക്ക് ഫാത്തിഹ ഓതിക്കോ. നിന്റെ രോഗത്തിന്റെ ശമനമാണ്. നിനക്ക് മക്കളില്ലെങ്കിൽ അല്ലാഹു തആല മക്കളെ തരാൻ മഹദിയെ തവസ്സുൽ ചെയ്ത് നീ ദുആ ചെയ്തോ, അല്ലാഹ് നിനക്ക് തരുമല്ലോ. നിനക്ക് ഒരിക്കലും തന്നെ തളർച്ചയില്ല, നിനക്ക് അല്ലാഹു തആല ഉയർച്ച തരുമല്ലോ. ഈ
ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നഫീസത്ത് ബീവിയെ നീ തന്റെ ഹൃദയത്തിൽ കണ്ടോ? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ അവിടുന്ന് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്തപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഓട്ടയായ കപ്പലിലേക്ക് അല്ലാഹു തആല ഒരു പക്ഷിയെ കൊണ്ടുവന്ന് ഓട്ടയടപ്പിച്ചു കൊടുത്തു. അതെന്തുകൊണ്ടാ എൻ്റെ പ്രിയമുള്ളവരെ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ തവസ്സുൽ ചെയ്തു ദുആ ചെയ്തപ്പോൾ കിട്ടിയതാ. അല്ലാഹു തആല ആ ബന്ധം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആ ബന്ധം നൽകട്ടെ. ആമീൻ.